വനിതാ സംവരണ ബിൽ പാസാക്കുന്നത് രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവെപ്പാണെന്ന് സി സദാനന്ദൻ എം പി. ദശാബ്ദങ്ങളായി രാജ്യം കാത്തിരുന്ന തീരുമാനമാണ് മോദി സർക്കാർ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. ഇതിനെതിരെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിച്ചത് രാജ്യത്തെ വനിതകളോടുള്ള വെല്ലുവിളിയാണെന്നും സി സദാനന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതോടെ സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ് രാജ്യം നടത്തുകയെന്ന് സി സദാനന്ദൻ എം പി പറഞ്ഞു. 33% സ്ത്രീ സംവരണം എന്ന തരത്തിലേക്ക് നമ്മുടെ ഭാരതത്തെ നയിക്കണം എന്നുള്ള താല്പര്യത്തിൻ്റെ മേലെയാണ് 2023 ഈ നിയമം പാസ്സാക്കിയത്. നമുക്കെല്ലാവർക്കും അറിയാം. ഞാനതിൻ്റെ ചരിത്രപരമായ നാൾവഴികളിലേക്കൊന്നും പോകുന്നില്ല. അത് സമയം നഷ്ടപ്പെടുത്തലാണ്. കാരണം നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ നിയമം പാസ്സാക്കുന്നതോടുകൂടി നമുക്ക് സാധ്യമാകുന്നത് ദശാബ്ദങ്ങളായി നാം ആഗ്രഹിക്കുന്ന എന്നാൽ നടക്കാതെ പോയ ഒരു കാര്യത്തിൻ്റെ സാക്ഷാത്കാരമാണ്. അതുകൊണ്ട് അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹം ഇത്തരമൊരു നീക്കത്തെ സർവാത്മനാ സ്വാഗതം ചെയ്യണം എന്നാണ് ദേശീയ സർക്കാരിന് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. രാജ്യത്ത് ജനസംഖ്യയിൽ പകുതിയിലധികം സ്ത്രീകളാണ്. അവർക്കുള്ള വലിയ അംഗീകാരമായാണ് മോദി സർക്കാർ വനിതാ സംവരണത്തെ കാണുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ ചില സങ്കുചിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പ്രതിപക്ഷത്തു നിന്നും ഉണ്ടാവുകയാണ്. സോണിയാഗാന്ധി വരെ വനിതാ ബില്ലിനെതിരെ സംസാരിക്കുന്നത് സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും സി സദാനന്ദൻ പറഞ്ഞു. പ്രമുഖമായ ഒരു ദേശീയ ദിനപത്രത്തിൽ ബഹുമാന്യയായ സോണിയാഗാന്ധിയുടെ ഒരു ലേഖനം, അതുപോലെ ഇന്ത്യ സഖ്യത്തിൻ്റെ വക്താക്കളായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ചുമതല വഹിക്കുന്നവരായിട്ടുള്ള ആളുകൾ നടത്തുന്ന ചില പ്രതികരണങ്ങൾ, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട്. 2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പാക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി മണ്ഡലങ്ങളുടെ പുനർനിർണയവും അനിവാര്യമാണ്. സെൻസസിനെ അടിസ്ഥാനമാക്കിയാണ് മണ്ഡലം പുനർനിർണയിക്കുക. ഒരു വശത്ത് വനിതാ സംവരണം വേണമെന്ന് പറയുകയും മറുവശത്ത് അതിനെ എതിർക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഇന്ത്യ സഖ്യം സ്വീകരിക്കുന്നത്. രാജ്യത്തെ സ്ത്രീ സമൂഹത്തിന് കിട്ടിയ വലിയ അംഗീകാരമായി വനിതാ സംവരണ ബിൽ മാറുമെന്നും സി സദാനന്ദൻ എം പി പറഞ്ഞു. ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ, ദേശീയ കൗൺസിൽ അംഗം പി.കെ. വേലായുധൻ, ജില്ലാ സെക്രട്ടറി എം. അനീഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാഗിണി തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.